എടാ മൂത്ത മകനാണെന്ന് പറഞ്ഞാ പോരാ, ആ സ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം കാണിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ അഖില നിന്നെയൊക്കെ വഴക്ക് പറയുന്നു. അപ്പോഴേക്കും മുഖത്ത് കാർമേഘം വന്നറിഞ്ഞോ? അച്ഛൻ വെറുതെ ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കിയതല്ലേ പണി. നീ എങ്ങനെ പ്രതികരിക്കും നോക്കിയതാ. എനിക്കറിഞ്ഞൂടെ എന്റെ മോനെ. വേഗം വാ, നമുക്ക് അങ്ങോട്ട് പോവാം. പുറപ്പെടു. അനിയൻകുട്ടി എവിടെ ഇല്ലേ? അവനെ വിളിക്കേ. അനിയൻകുട്ടാ, സ്കൂൾ ബാഗ് എടുക്ക്, നമുക്ക് പോവാം. അച്ഛാ, അവൻ ട്യൂഷന് പോയിരിക്കുക. ഓ, മാത്രല്ല അവൻ ഇവിടുന്ന് ട്യൂഷന് പോകുന്നത് എളുപ്പം. ഓട്ടോറിക്ഷയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ അങ്ങനെ തന്നെ കേട്ടെ. സമയമില്ല, നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിയോ. അഖിലയാ പറഞ്ഞത് രാവിലെ തന്നെ പോയി നിങ്ങൾ രണ്ടുപേരും കൂട്ടിക്കൊണ്ടുവരണം. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഇറങ്ങ്. മരുന്ന് കഴിച്ചിട്ട് വേണം ആഹാരം കഴിക്കാം. ആഹാരം കഴിച്ചിട്ടും മരുന്ന് കഴിക്കാറുണ്ട്. വേഗം അല്ലെങ്കിൽ നീ ഇവിടെ നിൽക്ക്. അനിയും കൂട്ടം വരുമ്പോ അങ്ങോട്ടേക്കായി പോകില്ലേ? അച്ഛാ അച്ഛാ നിക്ക്. കേൾക്കല്ലേ? யசோதரமா, அங்க பாரு, உங்க பெண்ணு ராஜேஸ்வரி திருப்பி வந்தாச்சு. ദൈവമേ, ഇവളെ ഇവിടെയും ജീവിക്കാൻ സമ്മതിക്കൂലേ എന്നെ? അമ്മ, ഏയ് അമ്മ, ഏയ് നിക്കോടെ. ആനന്ദ്, ഇതിൽ ആലോചിക്കാനൊന്നുമില്ല. സാഹചര്യത്തിനനുസരിച്ച് തീരുമാനങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കണം. അതെ, സുബ്രഹ്മണ്യം പറഞ്ഞാണ് ശരി.
ശിവരാമൻ സാറിന്റെ ഈ അവസ്ഥയിൽ കല്യാണി ചേച്ചി എന്തുകൊണ്ടും ആ വീട്ടിൽ നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുതന്നെ എന്റെ അഭിപ്രായം. ശിവരാമൻ അങ്കിളിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് കല്യാണിയുടെ സാന്നിധ്യം ഒരു ആശ്വാസം തന്നെയായിരിക്കും. ഇപ്പൊ നമുക്ക് പിണക്കമല്ല, ഇണക്കമാണ് വേണ്ടത്. നിന്റെ എല്ലാ കാര്യത്തിനും മൗനമായി കൂടുന്ന ആളാണ് നിന്റെ അച്ഛൻ. അദ്ദേഹത്തിന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായപ്പോ നീ തന്നെ ആയിരിക്കണം അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്. അത് കല്യാണി എന്താ കല്യാണിക്ക് ഉള്ളുകൊണ്ട് ശിവരാമൻ അങ്കിളിനോട് പകയുണ്ടല്ലോ എന്ന ഭയമാണോ നിനക്ക്? നിനക്ക് ഇനിയും കല്യാണി മനസ്സിലായില്ലേ? കല്യാണിയുടെ ഉള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹിക്കാൻ മാത്രമേ അറിയാ പാവത്തിന്. ശിവരാമൻ അങ്കിളുടെ ഈ അവസ്ഥയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ താൻ കാരണക്കാരിയാണോ എന്ന കുറ്റബോധം കൊണ്ട് സ്വയം ഉരുകി നടക്കുക ആ പാവം. അതിനിടയിൽ നിന്റെ കുത്തുവാക്കുകൾ. അതെ അണ്ണാ, ചേച്ചി പാവുക. അഖില മേഡത്തിന്റെ ബോഡി പോലും കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വയം ശപിക്കുന്നുണ്ടാവും. ഹലോ, അവിടെ നിന്നാ മതി, ഞാൻ ഇപ്പൊ വരാം. ഷോ, എനിക്കൊരു ഓട്ടോ ഉണ്ടായിരുന്നു, ഞാനങ്ങ് മറന്നു. നിങ്ങൾ സംസാരിക്കേ, നമുക്ക് വൈകിട്ട് കാണാം. ശരി. ആനന്ദ്, ഞാൻ വീണ്ടും പറയുന്നു, എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നീയും കൂടി അങ്ങോട്ട് പോകുന്നത് നന്നായിരിക്കും. അവിടെ നിനക്ക് പലതിനും ഉത്തരം കിട്ടും. ആ പാവം കല്യാണിയുടെ മനസ്സിന് ഒരല്പ സമാധാനവും. സുബ്രു, നീ വിശ്വസിക്കുന്നുണ്ടോ എന്റെ അമ്മയാണ് കല്യാണിയുടെ വയറ്റിൽ വളർന്ന ഞങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്ന്? എത്ര ആലോചിച്ചിട്ട് എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല. ഞാനെന്നല്ല, അഖിലാന്റി അറിയാവുന്ന ഒരാൾക്കും അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ചും കല്യാണിക്ക്. കാരണം ആന്റിയെയും അങ്കിളിനെയും അവൾ പൂജിക്കുന്ന ദൈവങ്ങൾക്കൊപ്പം മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ ശിവരാമൻ അങ്കിൾ വിളിച്ചുടനെ അങ്ങോട്ടേക്ക് പോകുമെന്ന് തോന്നുന്നുണ്ടോ? അതെ ആനന്ദ്, നമ്മൾ അറിയാതെ എന്തൊക്കെയോ നടന്നിരിക്കുന്നു. എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ നീ ഞാൻ പറഞ്ഞതുപോലെ അവിടെ നിൽക്കണം. നീയൊന്ന് റിലാക്സ് ആവുക, എന്നിട്ട് നന്നായി ആലോചിക്ക. ആദ്യം നീ വന്ന് ഫ്രഷ് ആവും. ചെല്ല്. അല്ല കല്യാണി, ഒരു കാര്യം ചെയ്യരുതോ നിനക്ക്? അനിയും കുട്ടനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നിടായിരുന്നോ? ഞാൻ ആലോചിച്ചതാ, പക്ഷെ അത് ശരിയാവില്ലേ സുജാതേച്ചി? പഠിത്തത്തിനിടെ അവൻ ഈ നാടോടികളെ പോലെ അങ്ങും ഇങ്ങും ഓടി നടക്കുന്നത് അവന്റെ പഠിത്തത്തെ വല്ലാണ്ട് ബാധിക്കും. അത് ശരിയാണ്, പക്ഷേ അവന്റെ ആഹാര കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും? സുബ്രസാറിന്റെ പെങ്ങള് കൊച്ചും പഠിക്കുമല്ലേ? ആ കുട്ടി 1 മാസത്തേക്ക് ദിവസവും കോളേജിൽ പോയി വന്ന് പഠിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടേ. അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് ആലോചിക്കാം. അത് മാത്രമല്ല, അനിയൻകുട്ടിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ടെന്ന് സുബ്രേഡിന് ഉറപ്പ് തന്നിട്ടുണ്ട്. പാവം, ഞങ്ങളുടെ കാര്യത്തിന് ഓടിയിട്ട് ഓഫീസിൽ പോകാൻ നേരില്ലെന്നാ പറയണേ. ചേട്ടാ, ഞാൻ ചേച്ചി ഒന്ന് കണ്ടിട്ട് ഇപ്പൊ വരാം. ശരി, ഞാൻ വണ്ടി തിരിച്ചിടാം. ചേച്ചി, ചേച്ചി. അനിയൻകുട്ടനാണല്ലോ. ഞാനിപ്പോ വരാം സുജാതേച്ചി. 100 ആയിസ അവന്റെ കാര്യം പറഞ്ഞ് നാം എടുത്തതേ ഉള്ളൂ.
ചേച്ചി അനിയൻകുട്ടന് കല്യാണി ചേച്ചി ഇപ്പൊ കണ്ടേ പറ്റുന്ന വല്ലാത്ത നിർബന്ധം. അതാ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നിങ്ങൾ സംസാരിക്കേ. ഹലോ, എന്താ ചേച്ചി ഇത്? ചേച്ചി എന്നെ അങ്ങ് കളഞ്ഞിട്ട് പോകുന്നതാണോ? എന്റെ പൊന്നു മോനെ, നീ ഇങ്ങനൊന്നും പറയരുത് കേട്ടോ. ഇപ്പൊ കൂടി നിന്റെ കാര്യം സുജാതയോട് പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ എന്റെ അനിയൻകുട്ടിന് വേണ്ടി കൂടിയല്ലേ ജീവിക്കണേ. എന്നിട്ടാണോ എന്നെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് വന്നത്? ഒറ്റയ്ക്കല്ലല്ലോ അനിയൻകുട്ട, അമ്പൂട്ടിയും സുബ്രോട്ടിനും ഒക്കെ ഇല്ലേ അവിടെ. ഇനി മുതൽ അവര് മതിയോ എനിക്ക്? അപ്പൊ ചേച്ചി എന്നെ അങ്ങ് ഉപേക്ഷിച്ചു. അനിയൻകുട്ട, അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാ പിന്നെ എല്ലാരും ഇങ്ങനെ എന്നെ പോലെ അനാഥരാ. ദേ ഇങ്ങനൊന്നും പറയരുത് കേട്ടോ. ഇവിടെ ശിവരാമ സാറിന്റെ അവസ്ഥ നിനക്കറിയില്ലേ? ചേച്ചി സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആരാ അദ്ദേഹത്തിന്? ശിവരാമ സാറിന് മക്കളും മരുമക്കളും മറ്റു ജോലിക്കാരും ഒക്കെ ഉണ്ട്. എനിക്ക് ആരാ ഉള്ള ചേച്ചി? കുറച്ചു ദിവസത്തേക്ക് കൂടി ഒന്ന് ക്ഷമിക്കേ. നിനക്ക് വേണ്ട ആഹാരവും മറ്റും എല്ലാം അമ്പൂട്ടി ഉണ്ടാക്കി തരും. നന്നായിട്ട് പഠിച്ചാ മാത്രം മതി. ഞാൻ അവനോട് എല്ലാം പറഞ്ഞതാ കല്യാണി ചേച്ചി. ഒന്നുകൊണ്ട് പേടിക്കണ്ട. സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഞാനുണ്ട്. അവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിക്കൊടുത്തോളാം. പിന്നെ സന്ധ്യയ്ക്ക് മുമ്പ് എന്തായാലും അമ്പൂട്ടി വരും. രാത്രി സുബ്രഹ്മണ്യനും ഉണ്ടാവും. പിന്നെന്തിനു പേടിക്കണം? എനിക്കെന്റെ ചേച്ചി പിരിഞ്ഞിരിക്കാൻ വയ്യ. അനിയൻകുട്ട, ശിവരാമ സാറിന് സുഖമില്ലാഞ്ഞിട്ടല്ലേ? അസുഖം മാറുമ്പോ ചേച്ചി അങ്ങോട്ടേക്ക് വരില്ലേ? മാത്രമല്ല, നിനക്ക് എപ്പോ കല്യാണി ചേച്ചിയെ കാണണമെന്ന് തോന്നോ അപ്പോഴെന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം. അതുപോലെ കുറച്ചു ദിവസത്തേക്ക് മതി. അപ്പോഴേക്ക് ശിവരാമ സാറിന്റെ അസുഖം എല്ലാം മാറും. ദേ, ശിവരാമ സാർ നമ്മുടെ ദൈവമല്ലേ? അച്ഛൻ അങ്ങനെയല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ശരി ചേച്ചി, സാരമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം. ഇതാണ് നല്ല കുട്ടികളുടെ ലക്ഷണം. നീ വാ. പോട്ടെ ചേച്ചി. വെറുതെ ഇരിക്കരുത് കേട്ടോ, നന്നായിട്ട് പഠിക്കണം. പഠിക്കും ചേച്ചി, അതെന്നെ കൂടെ ആവശ്യമല്ലേ. ശരി, പോയിട്ട് വാ. ടാറ്റാ. ഏതോ പോലീസ് ഓഫീസർ വന്നിട്ടുണ്ട്. അരവിന്ദ്, സാർ നമസ്കാരം. ഇരിക്കണം. താങ്ക് യു. അനിയൻകുട്ടൻ പോയോ കല്യാണി? പോയി. ഏതൊരു പോലീസ് ഓഫീസർ വന്നിട്ടുണ്ട് അവിടെ. മാഡത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷിക്കാനായിരിക്കും. മിസ്റ്റർ ശിവരാമകൃഷ്ണൻ എവിടെ? മുറിയില്ല. ഈ അവസ്ഥയിൽ അങ്കിളിനെ എങ്ങനെ വിളിക്കും? എന്താ ഒരു സ്വകാര്യം? എന്തോ പ്രശ്നമുള്ളതുപോലെ. അതല്ല സാർ, അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ്റെ മാനസിക നില അത്ര ശരിയല്ല. പരസ്പര ബന്ധമില്ലാതെ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കും. ഷോക്കാണ്. ശിവരാമകൃഷ്ണനെ പണ്ട് മുതലേ എനിക്കറിയാം. കളങ്കരഹിതമായ മനസ്സാണ്. അതുകൊണ്ട് സംഭവിച്ചതാ. സാവധാനം മാറിക്കോളും.
ആ പിന്നെ ഞാൻ അഖിലയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാ. എടോ, എടോ ജിതേന്ദ്ര വർമ്മൻ, ആരാണ് നിങ്ങളോട് പറഞ്ഞത് അഖില മരിച്ചെന്ന്? ഓരോരുത്തർ വ്യക്തി വൈരാഗ്യം തീർക്കാൻ ഇല്ലാക്കത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എന്റെ അഖില മരിച്ചിട്ടില്ല. അവൾ ഉടനെ വരും. അവളൊരു യാത്ര പോയിരിക്കുക. എനിക്കറിയാം മിസ്റ്റർ ശിവരാമൻ. ഞാനും മറ്റുള്ളവർ പറയുന്നത് കേട്ട് അറിയാതെ പറഞ്ഞു പോയതാ. സോറി സോറി ശിവരാമൻ. സാരമില്ല, സാരം. ഇത് ഞാൻ കുറെ ദിവസമായി കേൾക്കുക. സ്വന്തം അമ്മ മരിച്ചുപോയെന്ന് മക്കൾ വരെ നുണ പറയാൻ. എന്തൊരു കാലമാണിത്. കളികാലം അല്ലാതെ ഞാൻ എന്താ പറയേണ്ടത്? കമ്പ്യൂട്ടർ യുഗമല്ലേ ശിവരാമൻ, അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. വരൂ, എഴുന്നേൽക്ക്. ശിവരാമൻ പോയി റെസ്റ്റ് എടുത്തോളൂ. എനിക്ക് അരവിന്ദുമായി ഒരു ബിസിനസ് കാര്യം സംസാരിക്കാനുണ്ട്. ബിസിനസ് നല്ല കാര്യം, നിങ്ങൾ സംസാരിക്കുക. ഈ പോലീസ് ഉദ്യോഗങ്ങൾ കളഞ്ഞിട്ട് ഒരു ബിസിനസ് തുടങ്ങും. നേരും നിറയുള്ളതായിരിക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ. നേരും നിറയും. ഇരിക്കൂ, ഇരുന്നോളൂ. മനസ്സിനേറ്റ ആഘാതം താങ്ങാനാവാതെ പോയി. അതാ. ഡോക്ടറെ കാണിച്ചില്ലേ? ആ കാണിച്ചു, മെഡിസിനും ഉണ്ട്. പേടിക്കേണ്ടതില്ല, അത് മാറിക്കോളൂ. ആ, ഞാൻ വന്ന കാര്യത്തിലേക്ക് കടക്കാം. അഖിലാണ്ടേശ്വരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കിട്ടി. ഞങ്ങൾ അന്വേഷണവും ആരംഭിച്ചു. അഖിലയുടേത് ഒരു അപകടമരണമോ ആത്മഹത്യയോ അല്ല, അതൊരു കൊലപാതകമാണ്. തലയ്ക്കായിരുന്നു വെടിയേറ്റത്. ലീമാറ്റ് റിവോൾവർ ഉപയോഗിച്ചുള്ള ഷോട്ട്, ഒറ്റ ബുള്ളറ്റ്. അത് ശിരസിൽ നിന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. ഇമോഷണൽ ആകണ്ട അരവിന്ദ്. ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെയൊക്കെ പറയാനേ അറിയൂ. കൊലപ്പെടുത്തിയതിനു ശേഷം വേളി കായലിലേക്ക് കൊണ്ടുവന്നിട്ടതാണ്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസകോശത്തിൽ വെള്ളം കയറിയതായി പറയുന്നില്ല. അതുമാത്രമല്ല, ഏകദേശം 3 മീറ്റർ ദൂരത്തിൽ നിന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ആത്മഹത്യ അല്ല എന്ന് ഉറപ്പിച്ചു പറയാം. വെടിവെച്ചു കൊന്ന് വേളി കായലിൽ കൊണ്ടുവന്ന് ഡെഡ് ബോഡി ഇട്ടിരുന്നതുകൊണ്ട് ഈ കൊലപാതകത്തിന് പിന്നിൽ ഒന്നിലേറെ പ്രതികളുണ്ടെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ചിലരെ ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയുമാണ്. പ്രതികളെ ഒട്ടും വൈകാതെ ഞങ്ങൾ പിടികൂടും. അതിനുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതികളാരും കേരളം വിട്ടു പോയിട്ടില്ല. പോകാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല.